ഞാനേ ഇന്നലെ ഒരു 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. പെട്രോൾ ഉണ്ട്. നമ്മളെ എന്തായാലും വണ്ടി കൊടുക്കല്ലേ, ഒരു നിറവോട് കൂടി അങ്ങ് കൊടുക്കണം. വണ്ടി കൊടുക്കാൻ നേരത്തും ധർമ്മവും നീതിയൊന്നും വിട്ടുപിടിക്കുന്ന പ്രശ്നമില്ലല്ലേ. നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്റെ രവിയേട്ടാ. മണി നിന്നെ പോലെ നീയും. അച്ഛാ വണ്ടി ഇപ്പൊ കൊടുക്കാൻ പോവാണോ? പിന്നെ 5 മണിക്ക് അവിടെ എത്തിക്കാന്നല്ലേ പറഞ്ഞത് വണ്ടി. ഇപ്പൊ മണി 4:30 കഴിഞ്ഞില്ലേ. കൃത്യനിഷ്ഠത അപ്പോഴും മാറ്റി വെക്കാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം രണ്ടാളോടും കൂടി പറയാം. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ പറയണം. വണ്ടി കൊടുത്തു കഴിഞ്ഞ് പിന്നെ ചെലവ് ചെയ്തില്ല എന്ന് പറയല്ലേ. നിനക്കോ? അച്ഛൻ ഇഷ്ടമുള്ള മേടിച്ചാൽ ഒന്നും വാങ്ങൊന്നും വേണ്ട, രവിയേട്ടൻ പോയിട്ടിങ്ങ് വാ, അത് മതി. പിന്നെ ഒരു കാര്യം, എന്തായാലും കൊടുക്കാൻ പോവാണ്. വേണമെങ്കിൽ ഒന്ന് വണ്ടിക്ക് ടാറ്റയൊക്കെ പറഞ്ഞു. മണി പോയിട്ടുണ്ടോ? രവിയേട്ടാ, ഇതെന്തോന്ന് കോലം? എങ്ങനെയാണോ പോയത്? എന്ത് കോലം? ഇനിയിപ്പോ വണ്ടി തുടക്കുകയും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ പോകും വേണ്ട. മണി വണ്ടി വാങ്ങിച്ച ആളെ നല്ല മനുഷ്യൻ മണി. അയാളുണ്ടല്ലോ അപ്പൊ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത്. അയാൾ പൊന്നു പോലെ നോക്കുക വണ്ടി. എന്തോന്നു കയ്യില്? ഇത് പിള്ളേരെവിടെ? അവർക്ക് ചിക്കനും പൊറോട്ടയും വാങ്ങിച്ചു. നിനക്കുണ്ട്? എവിടെ? അവരെവിടെ? അകത്തുണ്ട്. വാ. രവിയേട്ടാ, ഉറങ്ങിയില്ലായിരുന്നോ? നീ ഉറങ്ങില്ലേ മണി? ഉറങ്ങണില്ലേ? ഞാൻ ഇപ്പൊ ഉറങ്ങും. നീ ഉറങ്ങിക്കോ. രവിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കൊടുത്ത വണ്ടി തിരിച്ച് വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുമോ? അതിപ്പം എന്തു പറ്റി മണി? അല്ല, നമ്മുടെ ലൈഫിലേ തുടക്കം മുതല് ഇത്രയും കാലം നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നതല്ലേ, അതില്ല, അത് പറ്റൂല. വാങ്ങിച്ചോണ്ട് വരൂ. ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കാം മണി. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ ആരും ഉറങ്ങിയില്ലേ? ഇല്ല മക്കളെ. നിങ്ങൾ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാം അമ്മ, നമ്മുടെ വണ്ടി പോയില്ലേ. നിങ്ങൾ അത് ഓർത്തോണ്ട് കിടക്കായിരുന്നോ? അതും പറഞ്ഞോണ്ട് കിടക്കായിരുന്നു ഇത്ര നേരം? അതെ, അച്ഛൻ വണ്ടി വിൽക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച ചേച്ചിക്ക് ഫീൽ ചെയ്തില്ലെന്നാ, പക്ഷെ ചേച്ചിയും പറഞ്ഞു ചേച്ചിക്കും ഭയങ്കര വിഷമമായെന്ന്. സത്യത്തിലേ ഞാൻ ആ വണ്ടി കൊടുത്തത് നീറിയാ കൊടുത്തത്. എനിക്കിപ്പോ ഒന്ന് പൊട്ടിക്കരഞ്ഞാ മതി. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, നാളെ രാവിലെ വണ്ടി ഇവിടെ മുറ്റത്ത് കിടക്കണം. പറ്റോ? പിള്ളേരെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല് ചെല്ല് മക്കളെ. ഞാൻ നോക്കാം മണി, ഞാൻ അയാളൊന്ന് വിളിച്ചു നോക്കാം.
എങ്ങനെയെങ്കിലും ഒപ്പിക്കും. 2000-3000 എക്സ്ട്രാ കൊടുത്താലും കുഴപ്പമില്ല. വണ്ടി അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? വാങ്ങിച്ചോണ്ട് വരുമോ? ഞാൻ വിളിക്കാം. നീ കിടന്ന മണി. അച്ഛനെ കാണാനും ഇല്ലല്ലോ. വണ്ടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് ഓട്ടിക്കായിരുന്നു. എന്നാലും എന്റെ നെഞ്ചിൽ ആ കല്ലങ്ങ് ഇറങ്ങോളൂ. അവരിനി വണ്ടി കൊടുക്കൂലെന്ന് വല്ലതും പറയോ? അങ്ങനെ വല്ല പറഞ്ഞാലേ ഞാൻ ജിമ്മിലെ പയ്യന്മാരെ വിളിച്ചോണ്ട് പോവും. ഇല്ല, അച്ഛൻ ഇന്നലെ പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും ഇല്ല, അച്ഛൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞല്ലേ. പിന്നെന്ത്? ഓരോ ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നല്ല ആൾക്കാരെന്നാണ് പറഞ്ഞത്. കിട്ടുമായിരിക്കും, വണ്ടിയിലായിരിക്കും ചിലപ്പോ വന്നോണ്ടിരിക്കുന്നത്. വിളിച്ചു നോക്കിയാലോ? വേണ്ട വേണ്ട, ശല്യപ്പെടുത്തണ്ട. ആ വണ്ടി ഉണ്ടായിരുന്നപ്പോഴേ ഒരു വില ഉണ്ടായിരുന്നില്ല. അത് പോയപ്പോഴാണ് അതിന്റെ സങ്കടം മനസ്സിലാവണേ. എന്റെ കൈ പിടിച്ചു വിളിക്കുന്നത് അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണ് മക്കളെ. നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതൊക്കെ വില മനസ്സിലാവുള്ളൂ. ആ വണ്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴേ നമ്മൾ അതിനൊരു എക്യുപ്മെന്റ് എന്നോ ഉപകരണം എന്നൊക്കെ പറഞ്ഞ് വലിയ മൈൻഡ് ചെയ്യാതിടും. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയപ്പോ നമുക്ക് മനസ്സിലായില്ലേ, അതിനെ വെറും ഒരു ഉപകരണമായിട്ടല്ല, നമ്മുടെ വീട്ടിലൊരാളെ പോലെയാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. നമ്മുടെ കൂടെയുള്ള ഒരാൾ പോയാൽ നമുക്ക് വിഷമം വരൂലേ? എത്രത്തോളം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നല്ലേ നമ്മള്. മണി, മക്കളെ വണ്ടി കിട്ടി. ഇപ്പോഴാണ് സമാധാനമായത്. പിന്നെ അയാൾ നല്ല മനുഷ്യൻ മണി. പറഞ്ഞു ഉടനെ തന്നെ വണ്ടിയും തന്നു. കൂടുതൽ ഒറ്റ പൈസ കൊടുക്കേണ്ടി വന്നില്ല. വാ കേറ്, നമുക്കൊരു റൗണ്ട് അടിക്കാം. എല്ലാരും കേറ്. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു മോളെ. ഇറങ്ങ്, ചരിച്ചാ മതി. ശരി, മതി മതി. ഇതാണ് എനിക്ക് ഈ വണ്ടി കൊണ്ടുവരുന്നത്. ആവശ്യത്തിന് എവിടെയെങ്കിലും പോവാന്ന് പറയുമ്പോ സ്റ്റാർട്ട് ആവൂല. വിധി മണി, ഇത് നമ്മുടെ മുത്തല്ലേ മണി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.